ഫർളായ കാര്യങ്ങൾ വിട്ടിട്ടു ഒരു ഐച്ഛികമായ കാര്യത്തിൽ പോയില്ല. അപ്പോൾ ഇവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കേൾക്കടാറ്, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? അപ്പൊ അയാൾ 3 കാര്യങ്ങൾ ചൊല്ലുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കാര്യം ഇഷ്ടമാണ്. ഹുബ്ബി ബൈലയ്യ മിൻ ദുനിയാക്കും അത്തീബു വന്നിസാ, സുഗന്ധത്തൊട്ടിക വേണ്ടി ഇഷ്ടമാണ്, സ്ത്രീകളൊട്ടിക ഇഷ്ടമാണ്, നിസ്കാരത്തൊട്ടിക ഭയങ്കര ഇഷ്ടമാണ്. 3 കാര്യം ചൊന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നക്ക് 3 കാര്യം ഇഷ്ടമാണ്, ഉമർ റളിയല്ലാഹു അൻഹു നക്ക് 3 കാര്യം ഇഷ്ടം. ഇങ്ങനെയാണ് എന്നിട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു കിതാബുൽ ഫീൽ അൽ ഇസ്തിഅദാദു യൗമിൽ മആദിജൻ അതിൽ അയാൾ വിശദീകരിക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 3 കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ട് അയാൾ ചെല്ല് നക്ക് നന്റെ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം എന്തെങ്കിൽ അന്നദറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ നോക്കൂ, ഇതാണ് എന്റെ ഇഷ്ടമാണ്. ബാലൻസ് അയാൾ ചൊല്ലുന്നു. പിന്നെ 2 കാര്യം ബാലൻസ് ഉള്ളൂ. ഏറ്റവും പ്രധാനമായി അയാൾ ചൊല്ലുക അന്നദറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു, നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കണം, അത് ഭയങ്കര ഇഷ്ടമാണ്. മദീനത്ത് റബീഉൽ അവ്വൽ പന്തിൻ്റെ കൂടിയ ഒരാൾ ദമാമുള്ള ഒരാളുണ്ട്. അയാൾ റബീഉൽ അവ്വൽ പന്തിൻ്റെ ഒപ്പം മദീനത്ത് എത്തിയിട്ട് കുറെ ആടെടുത്തിട്ട് ഇങ്ങനെ സ്വതക്കാക്കും മൗലിദെല്ലാം വരും. അപ്പൊ അയാൾ എന്താക്കുന്നെങ്കിൽ ഈ മദീനത്തെ കുപ്പ കാണ്ടഞ്ഞ് റൂം എടുക്കണമായിരുന്നു, നിർബന്ധം അയാൾ. അപ്പൊ മുന്നലെ കൊക്കാക്കി വെച്ചിരിക്കും, ചമ്മ അൽമാരെ കൂട്ടും. അപ്പൊ ഇങ്ങനെ ആയിരിക്കും കുട്ടുകൊണ്ടാ അങ്ങനെ ഒരു കുപ്പ കാണ്ടവിടെ റൂം എടുക്കുന്നുണ്ട്. കുപ്പ കാണ്ടിന് വേറത്തെ റൂമുണ്ട്. അപ്പൊ അങ്ങനെ മദീനത്തുള്ള കൂബ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു മക്കത്തുള്ള കഅബ നോക്കൽ ഇബാദത്തല്ല, അതുപോലെ മദീനത്തുള്ള കൂബ മഹബ്ബത്ത് കൊണ്ടല്ലേ നോക്കണേ, അതുക്കും കൂടി കിട്ടുന്നുണ്ടാകും നോക്കണേ ഇബാദത്ത. അപ്പൊ ഇവിടെ അയാൾ പ്രൂഫ് മനസ്സിലാക്കി കുറെ ആളുകൾ എന്റെ പ്രൂഫ് ചൊല്ലണം. അപ്പൊ ഞാൻ ചെന്ന് നക്കപ്പ ഇന്നാണ് പൈപ്പ് എന്ത് അൽ ഇസ്തിഅദാദു യൗമിൽ മആദ് ചൊല്ലിക്കത്തെ ഈ കിതാബ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ചെന്നെങ്കിൽ സഹീഹുൽ ബുഖാരി വ്യാഖ്യാനം എഴുതിയ ലക്ഷക്കണക്കിന് ഹദീസ് കൊണ്ടുള്ള മഹാനാണ്. അയാൾ ചൊന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു നന്റെ ഇഷ്ടം എന്തെങ്കിലും നിങ്ങളെ മുഖത്ത് നോക്കുന്നതാണ് ഇഷ്ടം. ഇന്ന് ആ മുഖം ബാഹ്യമായ ലോകത്ത് നിനക്ക് കണ്ടോട്ടില്ലേ, പിന്നെ എന്താക്കുക ആ നേതാവിന്റെ മേലിലുള്ളെങ്കിൽ കുപ്പമേ നോക്കൂടെ. അപ്പൊ ആ ചൊല്ലുന്നത് ഈ ചൊല്ലുന്നതൊക്കെ വിട്ടാവും. അതുകൊണ്ട് ഇയാളെ മഹബത്ത് അർത്ഥമുണ്ട്. ഇത് മഹബത്തുള്ള ലോകമാണ്, പിൻസത്തുള്ളതാണ്. പിൻസത്തിൽ നിന്ന് തൂഫിയത്തുമില്ല, തെളിവ് കേൾക്കുകയില്ല, ഖുർആനിലുണ്ട് ഹദീസിലുണ്ട് കേൾക്കുകയില്ല. അതൊരു മഹബത്തിന്റെ ഭാഷയാണ്. പിന്നൊന്ന് ശക്തി കൊടുക്കുമ്പോൾ ഒരു ചെറിയ തെളിവ് നമുക്ക് തരുന്നത്. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഇതിൽ മാതരി. അയാളെ ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം നോക്കി നിൽക്കണേ. ഇപ്പൊ നക്ക് ആ വോൾട്ടേജ് ഇല്ല. അപ്പൊ ഞാൻ എന്താക്കുന്നത് ചൊന്നെങ്കിൽ ആ നേതാവ് ഹുജറത്തുൽ ശരീഫത്തെ മേലുള്ള ലോകത്തെ ഏറ്റവും വലിയ സിമ്പിളായ പരിശുദ്ധമായ റുഖബത്തുൽ ഖദറ ഞാൻ നോക്കി നിൽക്കണേ. അപ്പൂർ അങ്ങ് ചെന്നപ്പോൾ അയാൾ സമാധാനം